നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS വഴി BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഡേറ്റ് 19-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജൂൺ 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുവാനുണ്ടെങ്കിൽ അത് 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അപ്ലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ജൂൺ 16-ാം തീയതി 11:30 വരെയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള സമയം നീട്ടിത്തന്നത്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുവാനായിട്ട് ജൂൺ 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സാധിക്കുന്നതാണ്. ഇപ്പോഴും പല കുട്ടികളുടെയും ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ജൂൺ 28-ാം തീയതി നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും പ്രൊഫൈൽ പേജിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽസുകളാണ് വരുന്നത്. ഇപ്പോൾ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാത്തതിനാലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. LBS തന്നെ അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ പബ്ലിഷ് ചെയ്യുന്നത്. ജൂൺ 28-ാം തീയതിയാണ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ ഓരോരുത്തരുടെയും പ്രൊഫൈൽ പേജിൽ പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരുടെയും പ്രൊഫൈൽ പേജിൽ ചെക്ക് ചെയ്യണം വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണോ, അതുപോലെ ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണോ എന്നും ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് റിമാർക്സ് എന്ന കോളത്തിൽ എന്ത് കാരണത്താലാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും നോട്ട് വാലിഡ് എന്ന് വന്നിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ളത് അല്ലാത്തതിനാലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡോക്യുമെൻസുകൾ എന്ത് ഡോക്യുമെൻസിൻ്റെയാണ് റിമാർക്സ് വന്നിരിക്കുന്നത് ആ ഡോക്യുമെൻസുകൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ EWS സർട്ടിഫിക്കറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇയർ നോട്ട് വാലിഡ് എന്ന് വന്നിട്ടുണ്ട്. EWS സർട്ടിഫിക്കറ്റിൽ ഫിനാൻഷ്യൽ ഇയർ 2024-2025 എന്നാണ് വരേണ്ടത്. അങ്ങനെയല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഉള്ള കുട്ടികൾ പുതിയ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകിയതിന് ശേഷം പുതിയ സർട്ടിഫിക്കറ്റ് എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. LBSൻ്റെ നിങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ ID എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇമെയിൽ ID ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കെല്ലാം ജൂൺ 28-ാം തീയതി അവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നതാണ്. എന്തെങ്കിലും തെറ്റുകൾ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ജൂൺ 28-ാം തീയതി മുതൽ ജൂൺ 7-ാം തീയതി വരെ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സമയമുണ്ട്. ജൂൺ 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ റിജക്റ്റ് ആകുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ കൺഫർമേഷൻ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഡൺ എന്നാണോ വന്നിരിക്കുന്നത് എന്ന് നോക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കുന്നത്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമാണ് അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.